ഹായ്, ഹലോ, നമസ്തേ. കഫ്ലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി എന്തിനാണ്? നമ്മുടെ പരിപാടി ഡൊമിനിക്ക് ട്രെയിലർ വന്നിട്ടുണ്ടല്ലേ? ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പൊ ട്രെയിലർ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഡൊമിനിക് ട്രെയിലർ കൊള്ളാല്ലേ? ഡൊമിനിക്കാന്റെ എന്തോ ഉണ്ട്. സിബ് തുറക്കം ട്രെയിലർ ഡോളാവല്ലേ? ആ കൊള്ളാം കൊള്ളാം. സ്കിപ്പടി. വെൽക്കം ടു ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഏജൻസി. മമ്മൂട്ടി കമ്പനി പ്രസൻസ്. അത് കൊള്ളാല്ലേ? സെറ്റ്. തൊണ്ടു വയ്ക്കണം. പുതിയ നല്ല ലുക്കല്ലേ മമ്മൂക്ക? ഭയങ്കര ഭയങ്കര യങ്ങായ പോലെ തോന്നുന്നുണ്ട് ഇതിനകത്ത്. ഓ, ഫൈറ്റൊക്കെ ഉണ്ട്. ഷാജി ഇത് പറ്റില്ല, മറ്റേ എവിടെയല്ലേ എല്ലാ സിനിമയിലുള്ള കൈക്കൂലി മേടിക്കാതെ ഒരു മുട്ടുസൂചി പോലും ഇങ്ങനെ നടക്കുന്നില്ല. കാക്ക മറന്നു. ഇടയ്ക്ക് മറ്റേ CBI ഒക്കെ ഒരു നടത്തോ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ്. ഓ, ബേഴ്സിന്റെ ആണോ? ഒരു സിമ്പിൾ കഥയല്ലേ? ഒരു പേഴ്സ് മോഷണം. കൊള്ളാം കൊള്ളാം, നല്ല രസമുണ്ട്. ഇപ്പൊ ട്രെയിലർ എന്തായാലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കാ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി ടച്ച്, ഒരു സിമ്പിൾ നമ്മള് കോമഡി ഒരു ട്രെയിലർ കണ്ടപ്പോ തന്നെ നമുക്ക് കഥ ഇതാണ് കഥ എന്ന് മനസ്സിലായി. പക്ഷെ അതിനൊരു പേര് തന്നെ അത് പക്ഷെ അത് എങ്ങനെ ഒരു പുതിയൊരു വെറൈറ്റി രീതിയിലായിരിക്കും അവതരിപ്പിക്കണം എന്നാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ. തള്ളും പോലെയല്ലേ പറഞ്ഞേക്കണം അവരൊന്ന്. ഇതിനകത്തൊരു ഡയലോഗ് അങ്ങനെ ഉണ്ട്. പിന്നെ അവര് പോസ്റ്ററുകൾ ഇറക്കിയതിന്റെ ഒരു വെറൈറ്റി, നോട്ടീസിന്റെ മോഡലിലാണ് നമ്മളൊരു കോപ്പി എടുത്ത്. പഴയ നമ്മൾ ഈ വാൾ പോസ്റ്ററിലൊക്കെ സംഗതി ചെയ്യുമല്ലോ, ഇപ്പം മറ്റേ ഗ്യാസ് സ്റ്റേഷന്റെ ഒക്കെ പോസ്റ്ററൊക്കെ വെച്ചിട്ട് ഇത് കണ്ടായിരുന്നു. അവർ സർവീസസ് അണ്ടർ കവർ സർവീസസ്, പഴയ ഒരു ദാസന് വിജയ് CID കൊള്ളാം, ഒരു വെറൈറ്റി ഒന്നുണ്ട്. ഫ്രോഡ് ചീറ്റിംഗ് ഇൻവെസ്റ്റിഗേഷൻ, അവർ സർവീസസ് എന്നൊക്കെ പറയും കണക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്കും ഈ ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾ കമന്റ് ചെയ്യണം. മമ്മൂട്ടി കമ്പനിയല്ലേ? മമ്മൂട്ടി കമ്പനിയാണ്, ഗ്യാരണ്ടി ആണ്. ഓരോ പടവും പുള്ളി വ്യത്യസ്തമാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി അങ്ങനത്തെ വ്യത്യസ്ത ക്യാരക്ടറാണ്. സുരേഷ് ബാബു ഇവനെ അധികം കണ്ടിട്ടില്ല. ഇല്ല, അധികം കണ്ടിട്ടില്ല. കൂടുതലും ഒരിത്. പിന്നെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ എത്രത്തോളം ഫൈറ്റ് ഒക്കെ ഉണ്ടാന്ന് അറിയണ്ട. എന്തായാലും മൊത്തത്തിലൊരു വെറൈറ്റി പടമാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണലി ഒരു ഇത്. എന്താണ് സജിൻ, എന്താണ് താങ്കൾക്ക് പറയണമല്ലേ? അടുത്തിന് റിലീസ് ഡേറ്റുകളെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോണത് മമ്മൂക്കേര ഡൊമിനിക് ഇപ്പൊ 22-ാം തീയതി ഇറങ്ങിയതിന് ശേഷം ജനുവരി 30-ാം തീയതി തുടരും ഇറങ്ങിയാണ്. അപ്പൊ ഏകദേശം നമ്മൾ കുറെ നാക്ക് ശേഷം ആര് തൂക്കം നോക്കാം. അതെ, ആര് തൂക്കം നോക്കാം. മമ്മൂട്ടി മോലെ നമ്മളുടെ ക്ലാഷ്. അപ്പൊ നമ്മളെയൊക്കെ ഒരു ജനറേഷന്റെ അധികം അത് കണ്ടിട്ടില്ല. പണ്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. മമ്മൂക്ക, സുരേഷ് ഗോപി, അതുപോലെ ലാലേട്ടന്റെ ഒക്കെ പടം ഒരുമിച്ച് ഇറങ്ങി. ഓണത്തിനും ക്രിസ്മസിനൊക്കെ അങ്ങനെ ഒരുപാട് ജനറേഷൻസ് അതിനെ പറ്റി എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ ജനറേഷന് അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പൊ എന്തായാലും
പുലിവരെയാണ് തോപ്പിൽ ഒന്ന് കാര്യം ഒന്ന് ചോദിക്കും പുലിവരെയാണ് തോപ്പിൽ ചോപ്പി. അതൊരു നല്ലൊരു എക്സാമ്പിൾ ആണ്. എന്തായിരിക്കും. അപ്പൊ എന്തായാലും ഒരു പുതിയ എപ്പിസോഡ് വരണത് വരെ until then, ബൈ. Line cut, line cut.